നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് ഈ സംസ്ഥാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് നാൾ മുതൽ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയധികം അസ്വസ്ഥമാണ്. ഒരു കാര്യത്തിന് അവർക്ക് കൃത്യമായ വിശദീകരണം നൽകാനാകുന്നില്ല. അത് മറ്റൊന്നുമല്ല, ബഡ്ജറ്റിലെ ഒരു പ്രഖ്യാപനമാണ്. വിദേശ സർവകലാശാലകളെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ മൂലധനത്തെക്കുറിച്ചും ഒക്കെയുള്ള സാധ്യതകൾ പരിശോധിക്കും എന്ന് ബഡ്ജറ്റിൽ കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. അത് തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും CPIM-ൻ്റെയും DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രഖ്യാപിതമായ നയത്തിന് തീർത്തും ഘടകവിരുദ്ധമാണ്. കാരണം ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരെ പോലും വലിയ സംഘർഷങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനകളാണിതൊക്കെ. മാത്രമല്ല, വിദേശ സർവകലാശാലകളെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളൊക്കെയും ഇവർ അലങ്കോലമാക്കിയിട്ടുണ്ട്. വലിയ സമരങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വിദേശ സർവകലാശാലകൾക്കും സ്വകാര്യ മൂലധനത്തിനുമൊക്കെ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ചു കൊടുക്കുന്നത് അംഗീകരിക്കാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ, എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത സമരമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നുമില്ല. പക്ഷേ ഇന്ന് വളരെയധികം ചർച്ചകൾക്ക് ശേഷമായിരിക്കണം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത്, പാർട്ടി വിദേശ സർവകലാശാലകൾക്കെതിരാണ്, പാർട്ടിയും സർക്കാരും രണ്ടും രണ്ടാണ്. ഒരു സർക്കാരിന് പാർട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും ഇങ്ങനെ നടത്തിത്തരാനാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇനിയും ചർച്ച ചെയ്യാനുണ്ട്, ചർച്ച ചെയ്തേ നടപ്പിലാക്കുകയുള്ളൂ, എന്തായാലും പാർട്ടി അതിനെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പാർട്ടിക്ക് ഇനി ഒരുപക്ഷെ ചർച്ച ചെയ്താൽ ഇതൊക്കെ അംഗീകരിക്കാനും മടിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത്. നേരത്തെ മുതൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഒക്കെ പറയുന്നുണ്ട്, ഒരു നിലപാട് അത് എല്ലാ കാലത്തും ലോക അവസാനം വരെ ഒരു നിലപാടിങ്ങനെ നിൽക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി വരുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണ്. പക്ഷേ മാറുന്നത് ഇവർ ഒരു കാലത്ത് എതിർത്തിരുന്ന കാര്യങ്ങളിലേക്കാണ്, എതിർത്തിരുന്ന ദിശയിലേക്കാണ്. അതിനുവേണ്ടി ജീവിതത്യാഗവും നടത്തിയവർ ഇത് കണ്ട് ഇപ്പുറത്ത് നിൽപ്പുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഒരിക്കലും അവർ പറയുന്ന നിലപാടുകളിൽ അവർ ഉറച്ചു നിന്നിട്ടില്ല. അവർ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളിൽ പലപ്പോഴും അവർ വെള്ളം ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നു പോകുന്നതും. കാരണം ദൈവവിശ്വാസത്തെ വിലക്കുന്ന പ്രത്യയശാസ്ത്രം, അതായത് നമുക്കറിയാമല്ലോ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിൽ ഇന്ന് വെള്ളം ചേർക്കുന്നുണ്ട്. ധാരാളം വിശ്വാസികളായ സഹാക്കൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്നു പോകുന്നത്. ഒരിക്കൽ ചില ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് EMS മന്ത്രിസഭയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യ മന്ത്രിസഭ എന്നത്. ഓർക്കാപ്പുറത്ത് EMSൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടുന്നു കേരളത്തിൽ. ആ അധികാരം കിട്ടി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. EMSൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. സത്യപ്രതിജ്ഞയുടെ സമയം നിശ്ചയിച്ചുകൊണ്ട് EMS വാർത്താലേഖകരുടെ മുന്നിൽ ആ സമയം അവതരിപ്പിച്ചപ്പോഴാണ് ആരോ ചോദിക്കുന്നത് കേട്ടു, അതായത് ഇത് രാഹുകാലമല്ലേ, ഈ രാഹുകാലത്തിൽ എന്തിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന്. പക്ഷെ അന്ന് EMS ഈ ചോദ്യത്തിന് മറുപടിയായി വലിയ പുരോഗമനവാദമൊക്കെ പറഞ്ഞു. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, രാഹുകാലം അതൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധകമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നോർക്കണം എന്നൊക്കെയുള്ള വലിയ വീരവാദം മുഴക്കിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി ഗവർണറുടെ ഓഫീസിൽ നിന്നും സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള സമയം വന്നപ്പോൾ ആ രാഹുകാലത്തിന് ശേഷം, രാഹുകാലമൊക്കെ കഴിഞ്ഞ് ഒരു നല്ല സമയത്ത് തന്നെയാണ് ആ സമയം അച്ചടിച്ചു വന്നത് എന്ന് അന്നത്തെ പത്രപ്രവർത്തകരും ചരിത്രകാരന്മാരും ഒക്കെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രമാത്രം വഴക്കവും തഴക്കവും ഉള്ളതുകൊണ്ടാണ് ഈ പാർട്ടി തന്നെ ഇങ്ങനെ നിലനിന്നു പോകുന്നത്. അതുകൊണ്ട് ഈ നയമൊന്നും ഒരു വലിയ ലോകാവസാനം വരെ നിലനിന്നു പോകുന്നതൊന്നുമല്ല. വിദേശ സർവകലാശാലകൾ വരും, അതിന് എതിരെ സമരം ചെയ്തവർ അവരുടെ ജീവിതം നഷ്ടമായി എന്ന് മാത്രം. അതാണ് ഇന്ന് സത്യത്തിൽ പാർട്ടി സെക്രട്ടറി പറയാനായി തുടങ്ങി വച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.